ഹായ് സോന, വെൽക്കം ടു പ്രൈം പോഡ്കാസ്റ്റ്. പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പുതിയ ഒരു മൂവി ഡൊമിനിക്, അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം നമ്മുടെ ഗൗതം സാറിന്റെ മൂവി ആയിരുന്നു, മമ്മൂക്ക സാറുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആളുടെ മൂവി കിട്ടിയപ്പോ. എന്റെ കഴിഞ്ഞ മൂവിയുടെ അസോസിയേറ്റ് ആയിരുന്നു യുനൈസിക്ക എന്ന് പറഞ്ഞൊക്കെയാണ് എനിക്ക് വേണ്ടി ഇതിനെ സജസ്റ്റ് ചെയ്ത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആക്ടർ മറ്റേ നമ്മുടെ ഡാൻസ് ആക്ടർ വിനീതില്ലേ, ആളുടെ വൈഫായിട്ടൊരു ക്യാരക്ടർ കിട്ടിയതാണ്. ലക്കായിരുന്നു സത്യം പറഞ്ഞ. ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലേ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ നിമിഷം ആരോടും പറഞ്ഞാലും അത് മനസ്സിലാവില്ല. ആ ടൈമിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഹാപ്പി ആയിരുന്നു. സാറിനെ കണ്ടപ്പോഴും മമ്മൂക്ക സാറിനെ കണ്ടപ്പോഴും ആളെ കണ്ടപ്പോ പിന്നെ പറയണ്ട, ഞാൻ നിലത്തൊന്നുമല്ല, പരസരബോധം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അവിടെ ടെൻഷനും എക്സൈറ്റ്മെന്റും ബ്ലഷിങ്ങും എല്ലാം ഉണ്ടായിരുന്നു എന്റെ മുഖത്ത്. ഓക്കെ, അപ്പോ സോനയ്ക്ക് ആക്ടിങ് എന്ന് പറയുന്നത് കുഞ്ഞിലെ തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇഷ്ടം ഉണ്ടായിരുന്നു ആക്ടിങ്. ഞാൻ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ചുമ്മാതാണെങ്കിലും മമ്മൂക്ക, മോഹൻലാൽ, സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ ചുമ്മായിട്ട് കളിയാക്കിയാണെങ്കിലും അഭിനയിച്ച് കാണിക്കും. പിന്നെ ഡാൻസിങ്, പാട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിനോട് അത്ര ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് വീട്ടുകാർ ഞാൻ പാടണ കണ്ടിട്ടൊക്കെയാണ് എന്നെ ചേർത്തൊക്കെ ചെയ്തത്. ഡാൻസിങ് ഞാൻ തനിയെ പഠിക്കുമായിരുന്നു. അപ്പോ അന്നത്തെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ടൈം കിട്ടിയപ്പോ അങ്ങനെ ചാടി കേറി. മോഡലിംഗിലൂടെ ആണ് ആദ്യമായിട്ട്? അതെ, മോഡലിംഗിൽ ആദ്യം കേറി. റാം ഷോസ് കുറച്ച് ചെയ്തു, പെജന്റ് ഷോ ചെയ്തു. അതിലൊക്കെ ഫസ്റ്റ് റണ്ണറപ്പ് കിട്ടി, നിർത്തി. പിന്നെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിനെ ഒക്കെ പരിചയമായി. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്. അവള് ഇങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തി തന്നു. ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് കേറിയത് ഇനി ഉത്തരം എന്ന് പറഞ്ഞൊരു മൂവിയിലേക്കാണ്. ഏതാണ്? ഇനി ഉത്തരം. ഇനി ഉത്തരം. ഓക്കെ. അപ്പൊ അതില് ജേർണലിസ്റ്റ് ആയിട്ടാണ്. അതിപ്പോ ഒരു നോർമൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ഡയലോഗ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കുറച്ച് എനിക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഒരു ലക്കായിരുന്നു. പക്ഷെ എനിക്കത് മര്യാദ ചെയ്യാൻ പറ്റിയില്ല. അറിയില്ല, ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം. കേറി ചെന്നതും ഡയലോഗ് തന്നു, പഠിക്കാൻ പറഞ്ഞു. കാണാപ്പാടം കുത്തിയിരുന്ന് പഠിച്ചു. കാരണം കൂട്ടത്തിലുള്ള എല്ലാരും കാണുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പഠിക്കുക. ഈ പഠിത്തം ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എത്തിയത്. പക്ഷെ ഞാൻ ആ ടൈമിൽ പഠിച്ച് ഫുള്ള് കാണാപ്പാടം പഠിച്ച് എല്ലാവരോടൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ക്യാമറയുടെ മുമ്പിൽ ചെന്നപ്പോ എന്റെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി. എനിക്ക് എന്താ പറ്റിയെന്നറിയില്ല. സാറ് അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഓക്കെ ക്യാമറ റോളിങ് ആക്ഷൻ ഫുള്ള് പഠിച്ചത് ഫുള്ള് ഞാൻ മറന്നുപോയി. ഞാൻ ദൈവമേ കിട്ടണില്ലല്ലോ. പക്ഷെ എന്നാ അവര് വഴക്ക് പറയാനോ എന്നെ മടുപ്പിക്കാനോ ഒന്നിനും നിന്നില്ല. ആ ഡയറക്ടർ എന്നെ നല്ല രീതിക്ക് പഠിച്ചിട്ട് ആയോ ഒന്നുകൂടി പഠിക്ക്, പ്രൊമിറ്റ് ചെയ്യണോ. അപ്പോഴേക്കും എനിക്ക് പ്രൊമിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോ ഒരാൾ പറഞ്ഞിരുന്നതാണല്ലോ പ്രൊമിറ്റിംഗ്. എന്നിട്ടും അങ്ങനെ പറഞ്ഞുതരാൻ വേണ്ടി തരെ എനിക്ക് ഒരു ടൈം തന്നു. എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ വേണ്ടി കുറെ അവര് ട്രൈ ചെയ്തു. ഒരു വട്ടം പോയി, 2 വട്ടം പോയി, 3 വട്ടം, 4 വട്ടം, എത്ര വട്ടം ചെയ്തിട്ട് ശരിയായില്ല. എനിക്ക് വിഷമം വരുന്നു, കണ്ണീന്ന് വെള്ളം വരുന്നു, കരയണോ, ആരെങ്കിലും എല്ലാരും കളിയാക്കോ, എന്തായാലും വിചാരിക്കുക, അങ്ങനത്തെ കുറെ ടെൻഷൻസ് ഒക്കെ ഉണ്ടായി. പക്ഷെ അതിപ്പോ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ചെയ്യാൻ പറ്റിയില്ല. സ്ക്രീനിൽ എല്ലാത്തിലും ഉണ്ട്, നമുക്ക് അതിന് മുമ്പിൽ നല്ല രീതിക്ക് സ്ക്രീനിങ് ഉണ്ട്. പക്ഷെ ഡയലോഗ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഞാൻ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ഒരു കാടിന്റെ അവിടെ ആയിരുന്നു ഷൂട്ട്, പാലക്കാട്. അങ്ങോട്ട് ഓടിപ്പോയിട്ട് മാറിയിരുന്ന് കരഞ്ഞു. കൂടെയുള്ള കുറച്ചു പേര് കണ്ടു, എന്ത് പറ്റി. ഞാൻ എനിക്ക് നല്ലൊരു ഡയലോഗ് തന്നു. എത്ര എന്നെ സപ്പോർട്ട് ചെയ്ത് അത്രയും ചെയ്യിക്കാൻ നോക്കി. എന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതെനിക്ക് എനിക്ക് എന്നോട് തന്നെ ഭയങ്കര വെറുപ്പും സംഭവമൊക്കെ. ഇത്രയും എനിക്ക് അവര് ചെയ്തു തന്നിട്ട് ഞാൻ ചെയ്യാത്ത എന്താന്നുള്ളൊരു കുറ്റബോധവും ദേഷ്യവും എല്ലാം കൂടി ആയിട്ട് പിന്നെ കരച്ചിലൊക്കെയാണ്. ഓക്കെ പോട്ടെ, സാരമില്ല, നെക്സ്റ്റ് ടൈം എന്നുള്ളൊരു സംഭവത്തിലേക്ക് പോയി. ഇത് പറഞ്ഞപ്പോഴാണ് സപ്പോർട്ട് ഇല്ലാത്തതിന്റെ ഒരു കുറവാണോ? ഈ ഫീൽഡിലേക്ക് എനിക്ക് സപ്പോർട്ടിങ് അങ്ങനെ ആരും ഉണ്ടായില്ല. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യടാന്നുള്ള രീതിയിൽ പറയും. പക്ഷെ എനിക്ക് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടിരുന്നത് ഫാമിലിയിൽ നിന്നായിരുന്നു. കാരണം എന്റെ ഫാമിലിയിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് ഞാൻ. എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്, ഡാൻസിങ്, പാട്ട് പാടുക, തുള്ളി നടക്കുക, അങ്ങനത്തെ ഒരു മൈൻഡാണ് എന്റെ. ഒതുങ്ങിയ ഫാമിലി എന്റെ വീട്ടുകാര്, അച്ഛനും അമ്മ, ചേട്ടൻ, എല്ലാരും കുറച്ച് ഒതുങ്ങിയ ആൾക്കാര്. ഫാമിലിയിൽ നിന്നാണ് നമുക്ക് മെയിൻ സപ്പോർട്ട് വേണ്ടത്. വീട്ടുകാർക്ക് അങ്ങനെ ഇതായിട്ട് കിടക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഒരു പ്രയർ കുടുംബം എന്നുള്ളൊരു സംഭവത്തിൽ നിൽക്കുന്നത്. അടിച്ചുപൊളിയൊന്നും ഇല്ല, എല്ലാം കുറച്ച് ഒതുങ്ങി പോകുന്ന ടൈപ്പാണ്. അപ്പൊ അതിന്ന് വ്യത്യാസമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ എപ്പോഴും പറയും വീട്ടുകാരോട്, 2 പേര് സൈലന്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ദൈവമായിട്ട് തന്നതല്ലേ.
കുറച്ച് കച്ചറയൊക്കെ വേണ്ടേ, നിങ്ങൾ സഹിച്ചോന്ന് പറയും. കുഴപ്പമില്ല, ഞാൻ ബാക്കി ഞാൻ എന്ത് പറഞ്ഞാലും സപ്പോർട്ടീവ് ആണ്. പിന്നെ ഈ ഫീൽഡിനെ കുറിച്ച് പലരും ബാഡായിട്ട് പറയണേന്റെ ആ ഒരു ഇത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ്, ഒരു പേടി കൊണ്ടാണ് സപ്പോർട്ട് ഇല്ലാത്ത. ആദ്യം ഒട്ടും ഇല്ലായിരുന്നു. ഞാൻ എന്റെ സ്വന്തം സപ്പോർട്ടില്, പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എല്ലാത്തിലും അത് ചെയ്യുന്ന പറഞ്ഞ ചിലവർ എനിക്ക് കാസ്റ്റിംഗ് ആണെങ്കിലും കറക്റ്റായിട്ട് എനിക്ക് അയച്ചു തരും. എടാ ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ട്, നീ കൊടുത്തു നോക്ക് എന്നൊക്കെ പറഞ്ഞ് കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴും എനിക്ക് ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും എനിക്ക് ആവശ്യം ഫാമിലി ആയിരുന്നു. കാരണം ചെറുതിലോട്ടെ എന്ത് കാര്യമാണെങ്കിലും അമ്മനോട് ചോദിക്കണം എനിക്ക്, അമ്മ ഇത് ഇടട്ടെ അത് ഇടട്ടെ ഇങ്ങനെ ചെയ്യട്ടെ. അതിൽ നിന്ന് മടുപ്പ് രീതിയിലുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ ഞാൻ ഡൗൺ ആയി പോകും. അത് പിന്നീട് ആ ഒരു തർക്കം വന്നിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തില്ല, മനസ്സ് മടുത്തു. എന്ത് കാര്യത്തിലും ഫസ്റ്റ് തന്നെ പറയുമ്പോ ഒരു ഉത്സാഹിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉഷാറായിരിക്കും, ചെയ്യാൻ താല്പര്യവും ഉണ്ടാവും. ഞാനിപ്പോ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമായിരുന്നു, ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിരുന്നു പ്രൊഫഷണലി. അതിൽ നിന്നൊക്കെ വിട്ടിട്ടാണ് മോഡലിംഗ് പിന്നെ സിനിമ എന്നുള്ള ഫീൽഡിലേക്ക്. ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ നോ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അത് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ മൂവിയിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒരു വലിയ ബിഗ് നോ ആയിരിക്കുമല്ലോ ആദ്യം കിട്ടിയിട്ടുണ്ടാവുക. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നായിരുന്നു. മാറി നിന്നു? ആ കഥ ഒന്ന് പറയാവോ ഓഡിയൻസിനോട്? പറയാം. ഞാനത് ഇത്ര ഒരു 18, 19, 20 വർഷത്തോളം പറയണ അനുസരിച്ച് ഞാൻ നിന്നു. ഇപ്പോഴും നിക്കണില്ല എന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സംഭവം വന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തൊന്ന് മാറി നിന്ന് നോക്കാം എന്നുള്ള രീതിയിൽ. അവരായിട്ട് തല്ലുപിടിച്ച് പോയതല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് തന്നെ അവരിടക്ക് ഒന്ന് കാണും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ മാറിക്കഴിഞ്ഞിട്ട് കുറച്ച് നല്ല രീതിക്ക് ബുദ്ധിമുട്ടി. ഇപ്പൊ നമ്മൾ മാറി താമസിക്കാൻ റെന്റിന് നിൽക്കുവാണ്, അപ്പൊ അതിന് പേയ്മെന്റ് വേണം, ചെലവിന് വേണം. ഞാൻ പിന്നീട് ഒരു എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒറ്റക്ക് എല്ലാം പഠിച്ചത് ഞാൻ മാറിക്കഴിഞ്ഞപ്പോ ഒരു കംഫർട്ട് സോൺ വിട്ട്. അതെ, അത് നമുക്ക് എല്ലാത്തിലും ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട് വന്ന ഉടനെ അച്ഛനോട് ചോദിക്കാം, അച്ഛൻ ഇത് ചെയ്തു തരും, അത് ചെയ്തു തരും, ഇതിങ്ങനെ മേടിച്ചു തരും. പക്ഷെ ഇതിപ്പോ മാറിക്കഴിഞ്ഞപ്പോ നമുക്ക് ആരും ഇല്ല, എന്താ ചെയ്യണ്ടെന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകണം, എന്തിലെത്തണം എന്നുള്ളൊരു വാശി കൊണ്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ആദ്യം കയറിയത് മോഡലിംഗിലേക്കായിരുന്നു. അപ്പോ ഡ്രസ്സിങ്ങിന്റെ കുറച്ച് സീൻ ഉണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സിങ് കംഫോർട്ടായിട്ട് ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ വന്നു തുടങ്ങി. ആദ്യം വക വെച്ചില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പലരും പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ഉണ്ടാവുമല്ലേ, കുഴപ്പമില്ല അങ്ങനെ ചിന്തിച്ചു. പിന്നെ കൂടിക്കൂടി വന്നപ്പോ എനിക്ക് സഹിക്കാൻ പറ്റാതായി. മനസ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് പലരുടെയും ഇത് വരുന്നത്. കാരണം നമ്മള് കംഫോർട്ട് കൊണ്ട് ഇടുന്നതും പല രീതിക്ക് മോഡലിംഗ് ഫീൽഡും ബാഡായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ബാഡ് ടോക്ക് വന്നപ്പോ ഭയങ്കര വിഷമമായി. അപ്പോഴും എന്നെ അറിയാവുന്നതും എന്നെ മനസ്സിലാക്കിയവർക്കൊക്കെ അവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ അങ്ങനെ പോവില്ല, ഇങ്ങനെയാണ്, ഇങ്ങനത്തെ കൊച്ചാണെന്നൊക്കെ അറിയാം. എന്നാലും നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ കേൾക്കുമ്പോ. ചില ടൈമില് ഞാൻ ഡൗൺ ആവും, നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഞാൻ ഡിപ്രഷൻ മോഡിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരോട് പറയണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തന്നെ എന്ത് വന്നാലും ഞാൻ തന്നെ റിക്കവർ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടില്. ഞാൻ പിന്നെ മോഡലിംഗ് അങ്ങനത്തെ ഷൂട്ടൊക്കെ എല്ലാം നിർത്തി ഫുൾ ഒഴിവാക്കി. എനിക്ക് കുറച്ച് സമാധാനം വേണം എന്നുള്ള സംഭവം. എനിക്ക് മെയിനായിട്ട് സമാധാനം വേണം. എവിടെ പോയാലും എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് സമാധാനം വേണം, അതില്ലാണ്ട് എനിക്ക് പറ്റില്ല. മോഡലിംഗിലേക്ക് ഇറങ്ങിയപ്പോ സമാധാനം പോയി? സത്യമായിട്ടും പോയി. ഞാൻ അപ്പോഴത്തെ എൻജോയ്മെന്റ് ചെയ്തെന്നല്ലാതെ എനിക്ക് സമാധാനം ഇല്ല, സന്തോഷം ഇല്ല. അപ്പോഴത്തെ ആ ചെയ്യുന്ന സമയത്തുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അത് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമ്മളിപ്പോ ഈ ജീവിക്കുന്ന ലൈഫ് നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം. അതെ. നമ്മുടെ ഈ മോഡലിംഗ് ഫീൽഡിലാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല, പക്ഷെ ആ ടൈമിൽ നമുക്ക് കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ രീതിയിലൊക്കെ ചോദിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് അറിയാണ്ട് നമ്മൾ അങ്ങനെയാണെന്ന് പറയുമ്പോ അതൊക്കെ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഒരിടക്ക് ഞാൻ ഇതിന്ന് മൊത്തത്തിൽ വിട്ടു പോവാന്ന് വിചാരിച്ചു. എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിന്നോളാന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ ഞാൻ വന്നായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും വഴി എന്താ വന്നെന്ന് വെച്ചാ അവിടെ വെച്ച് കാണാം എന്നുള്ള രീതിയില് അങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഓക്കെ കൺമണി എന്ന് പറഞ്ഞ സീരിയലില് ഇപ്പൊ സൂപ്പർ കൺമണി ഫസ്റ്റ് അങ്ങനെയായിരുന്നു പേര്, പിന്നെ ഓക്കെ കൺമണി എന്നായിരുന്നു ആദ്യം അങ്ങനെയായിരുന്നു പേര്, സൂപ്പറാക്കി. ഓക്കെ. അപ്പൊ ആ സീരിയലില് ഇപ്പൊ ചെയ്തോണ്ടിരിക്കല്ലേ? അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സീരിയല് കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ മൂവിയാണ്, സൈഡായിട്ട് ജസ്റ്റ് വരുമാനം ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ കയറിയത്. സെറ്റൊക്കെ അടിപൊളിയാണ്, എല്ലാവരായിട്ട് അടിപൊളിയാണ്. ഇടക്കൊക്കെ കുറച്ച് ശോകം വന്നാലും
സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ വർക്ക് ചെയ്യണമല്ലോ. എന്താണെങ്കിലും ആക്ടിങ് തന്നെയാണ്, അതുകൊണ്ടാണ് പിന്നെ അതിൽ പിടിച്ചു നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ സീരിയലിലെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ടാ ചെയ്യണമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇത്ര നാളത്തേക്ക് ഷൂട്ടൊന്നും പക്ഷെ സീരിയൽ എന്ന് പറയുമ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവല്ലോ. കൊറേ ഒരു എനിക്ക് തോന്നുന്നു മെഗാ സീരിയലൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ കൊറേ ഇയേഴ്സ് പോവും. അപ്പൊ ഈ കോസ്റ്റ്യൂം ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുമ്പോ നല്ല ബുദ്ധിമുട്ടല്ലേ? നല്ല ബുദ്ധിമുട്ടുണ്ട്, അതിപ്പോ ആരോട് പറയണമെന്ന് അറിയില്ല. കാരണം ഓരോ സീൻ വരുമ്പോഴും നമുക്ക് ഇന്നൊരു ക്യാരക്ടറിന് ഇന്ന രീതിയിലുള്ള ഡ്രസ്സ് വേണം. അതിന് തന്നെ ഇപ്പൊ ഒരു കോസ്റ്റ്യൂം എടുത്തു കഴിഞ്ഞാൽ 1000-2000 സംതിങ് വരും. നമുക്ക് അത് ഒരു 2000 വെച്ച് എത്ര എടുക്കും നമ്മൾ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നോർമലി ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ എടുക്കാം. എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈനറാണ്, ചീഫ് ഡിസൈനറാണ്. അപ്പൊ അതിനനുസരിച്ചൊരു നല്ല എക്സിക്യൂട്ടീവ് ലുക്കായിട്ടായിരിക്കണം വരേണ്ടത്. ഞാനിപ്പോ നോർമലി എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഉള്ളതൊക്കെ തന്നെ വെച്ച് ആ ഒരു മോഡൽ ആക്കി എടുത്ത് ഇടുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ. അതൊന്നും നമുക്കൊന്ന് അവര് ഒരുക്കി തന്നിരുന്നെങ്കിൽ വലിയ ഉപകാരം ആയേനെ. കാരണം എല്ലാ ആർട്ടിസ്റ്റിനും ആകെയുള്ള ഒരു ബുദ്ധിമുട്ട് സീരിയലിലെ കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂം മാത്രമല്ല, നമുക്ക് അതിനനുസരിച്ച് ഓർണമെന്റ്സ്, എന്താ പറയാ, അതിനനുസരിച്ച് എന്തൊക്കെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് ഇടാം അതെല്ലാം വാങ്ങിക്കണം. നമുക്കത് വാങ്ങിക്കണത് തന്നെ നമ്മൾ ഇങ്ങനെ ഇടുന്നവരായിരിക്കില്ല. ചിലവർ ഇതിനു വേണ്ടി മാത്രം മേടിക്കണവരായിരിക്കും. എന്തോരം ചെലവും കൂടിയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഇൻകം ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടോ? മീൻസ് മെയിൽ ആക്ടറിനും ഫീമെയിൽ ആക്ട്രസിനും എക്സ്പീരിയൻസ് അനുസരിച്ചാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കൂടുതൽ അങ്ങനെ. പിന്നെ അറിയില്ല, പ്രൊഡ്യൂസർ ആള് പിന്നെ നമുക്ക് ഇപ്പൊ ഇതിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. ആള് നല്ല കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. സോന ക്യാരക്ടറിന്റെ വോയിസ് ഇല്ലേ, അത് സ്വന്തമായിട്ടാണോ ഡബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇല്ല വേറെ ഏതോ ഉണ്ട്? എനിക്ക് സത്യം ഞാൻ അന്വേഷിച്ചിട്ട് പോലില്ല. കാരണം ആ കുട്ടി എന്റെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. ആള് ചെയ്യുന്നോണ്ടാണ് ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പോകുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ കോൺഫിഡന്റ് ആണോ? സീരിയലിൽ ഒട്ടും കോൺഫിഡന്റ് അല്ല. സിനിമയിൽ ഞാൻ ഡബിങ് ഞാൻ തന്നെയാണ്. പക്ഷെ സീരിയലിൽ കുറച്ച് നമ്മൾ എന്ത് ശ്വാസം വിട്ടാലും എന്ത് ചെയ്താലും അത് ഇടണമല്ലോ. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡന്റ് കുറവ് എനിക്കുണ്ട്. അപ്പൊ എനിക്കും അങ്ങനെ സീരിയലിന്റെ ഡബിങ് എനിക്ക് സ്വയം ഒരു കോൺഫിഡന്റ് ഇല്ല, ഓക്കെ ആവും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. സീരിയലിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂവീസില് നമുക്ക് ചാൻസ് കിട്ടാൻ ഭയങ്കര പാടാണെന്ന് അല്ലേ? അത് അതിനെപ്പറ്റി അത് നല്ല രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. കാരണം നമ്മൾ സീരിയലിൽ അഭിനയിക്കുന്നവരെ സിനിമയിൽ എടുക്കില്ല, അതിലുള്ള ആൾക്കാരെ വേണ്ട. അയ്യോ, അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുന്ന കാര്യം. നമ്മള് നമ്മൾ സൈഡ് കൊണ്ട് ചെയ്യുക, നമ്മളധികം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിലും അറിയേണ്ടവരറിയും. എനിക്കിപ്പോ ഇതിൽ വന്നുകൊണ്ട് കുറച്ചുപേരെ എന്നെ അറിഞ്ഞു തുടങ്ങി. എനിക്ക് അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഒരു കാസ്റ്റിംഗ് നമ്മൾ സിനിമക്ക് വേണ്ടി കണ്ടിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാസ്റ്റിംഗ് ഒന്ന് കൊടുത്തു കഴിയുമ്പോ അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് സീരിയലുള്ള ഒരു കുട്ടീനെയും വേണ്ട. ഇത് കേട്ട് ഭയങ്കരമായിട്ട് നമുക്ക് വിഷമവും അത്ര ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അറിയില്ല എന്തുകൊണ്ടാണെന്ന്. കാരണം സീരിയലിലെ അഭിനയവും അഭിനയം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഡ്രാമാറ്റിക് ആയിരിക്കും. ഇപ്പൊ പിന്നെയും സീരിയലൊക്കെ എല്ലാം സിനിമ ടൈപ്പ് തന്നെ എടുത്തോണ്ട് പോകുന്ന, എല്ലാം നോർമലി എടുത്തോണ്ട് പോകുന്നത്. അധികം ഡ്രാമാറ്റിക് ഒന്നും ഇല്ല ഒരുവിധം. പക്ഷെ എന്നിട്ടും ഇത് തന്നെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറയില്ലേ, മൂവീസിൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് ആണ് വേണ്ടത്. പക്ഷെ സീരിയലിലേക്ക് വരുമ്പോൾ നമ്മള് അത്യാവശ്യം കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ട്, കുറച്ച് വേണ്ടതിനേക്കാൾ കൂടുതൽ കുറച്ച് കൂടുതൽ ഇടണം, എക്സ്ട്രാ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ഇതും അനങ്ങണമെന്ന് ഏതോ ഒരു ഡയറക്ടറുടെ പേര് സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, സോറി. ആളെന്നോട് പറഞ്ഞതാ, പിരികം നമ്മുടെ ചിന്ന്, ചുണ്ട്, മൂക്ക് എല്ലാം അതിനനുസരിച്ച് പ്രവർത്തിച്ചോണ്ടിരിക്കണം എന്ന്. അപ്പോഴേ നമുക്ക് കുറച്ച് ഡ്രാമാറ്റിക് ആവത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് എന്റെ സീരിയലായിരുന്നു അത്. അപ്പൊ അതിൽ കയറിയപ്പോ എനിക്ക് ഞാൻ ഭയങ്കര കരഞ്ഞു. എനിക്ക് ആ പറഞ്ഞ സീൻ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് ടേക്ക് പോയി, ഡയറക്ടറിന്റെ ഫേസ് മാറി, ഭയങ്കര ദേഷ്യം വരുന്നു. അപ്പൊ ഞാൻ പിന്നെ ലാസ്റ്റ് പതിയെ സാറിന്റെ അടുത്ത് വിട്ടു, സാർ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സീരിയലിൽ, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വിചാരിച്ചു പരിചയം ഉണ്ട് എന്ന് വിചാരിച്ചു. ആളെ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ അങ്ങനെ ഇതാക്കി എടുക്കാൻ നോക്കിയത്. ആളെന്നെ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കി. പക്ഷെ അത്ര ഡ്രാമാറ്റിക് ആയിട്ട് ഭയങ്കരമായിട്ട് കയറി ദേഷ്യപ്പെട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് കിട്ടുന്നില്ല. ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ മാറിയിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോഴും എന്റെ അതിൻ്റെ അകത്ത് കൂടെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അഭിനയിക്കുന്ന മിയ ചേച്ചി ആയിരുന്നു. പിന്നെ അങ്ങനെ അതിൽ അച്ഛനും അമ്മയായിട്ട് അഭിനയിക്കുന്ന അവരായിരുന്നു എന്നെ കൂളാക്കിയത്. മോളെ അതൊക്കെ ഉണ്ടാവും, സാരമില്ല, നമ്മൾ ചെയ്തു വരുമ്പോ ശരിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ ആക്കി. പിന്നെ അങ്ങോട്ട് ഫുള്ള് വില്ലെത്തിയായിരുന്നു.
അതിൽ കുറെ പേരൊക്കെ മനസ്സിലായിട്ട് കുറെ അമ്മച്ചിമാരൊക്കെ വന്നിട്ട് സംസാരിച്ചു. കുറച്ചുപേരൊക്കെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിട്ട് തമാശക്കാണെങ്കിൽ എന്ത് ദുഷ്ടത്തി അടി നീന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. പക്ഷെ എന്നിട്ട് നമ്മളെ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ഈ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാർക്കോ അമ്മച്ചമാർക്കൊക്കെ ഒരു ദേഷ്യം ഉണ്ടാവും. നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പം ഇല്ലേ വന്നിട്ട് ദേഷ്യപ്പെടാറുണ്ടോ? അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ? എനിക്ക് അങ്ങനെ ഒരു അമ്മച്ചി തമാശ പോലെയാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ അമ്മച്ചിനോട് അയ്യോ അത് ഞാനല്ല, ക്യാരക്ടറാണ്, ഞാനല്ല കേട്ടോ. അപ്പൊ ആ കൂടെയുള്ള ആന്റിയും ഇല്ല മോളെ ഇതാക്കിയതല്ല കേട്ടോ, ഞങ്ങൾക്ക് അറിയാം. എന്നാലും നമുക്ക് കണ്ടു കഴിയുമ്പോ ഒരു ദേഷ്യം ഉണ്ടാവുമല്ലോ. കാരണം അതിന്റെ അകത്ത് അമ്മയുടെ വള വലിച്ചൂർന്നൊരു സീൻ ഉണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഭയങ്കര റൂഡായിട്ടല്ല അമ്മയുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ അത് കണ്ടപ്പോ എന്നോട് സംസാരിച്ചു. പലരും ട്രെയിനൊക്കെ പോയപ്പോ ആ സീരിയലുള്ള ആളല്ലേ അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ദേഷ്യപ്പെട്ട അധികം വന്നിട്ടില്ല. ആ ഒരു അമ്മച്ചി ഒരു ചേച്ചിയും കൂടി ഉണ്ടായത്. അവര് നല്ല കമ്പനിയായിട്ട് മിണ്ടി. പിന്നെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഫുഡൊക്കെ ഷെയർ ചെയ്തു. നല്ല രസമായിരുന്നു. എല്ലാരും അറിഞ്ഞു കഴിയുമ്പോ ഉള്ളൊരു അവരുടെ ഒരു പെരുമാറ്റ രീതിയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഏതൊക്കെ ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാണ് ഇഷ്ടം? അങ്ങനെയില്ല, എനിക്ക് പറ്റാവുന്ന ഏതാണോ ഇപ്പൊ പറ്റാവുന്നതെന്നല്ല, നമുക്ക് ചെയ്യുന്ന ഏത് കിട്ടിയാലും അത് ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അവര് തരുന്ന അനുസരിച്ച് നമുക്ക് അതിലേക്ക് ആയി എടുക്കുക എന്നുള്ളൊരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ ഒക്കെയാണ് സന്തോഷമുള്ള ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും. ഓക്കെ. അപ്പൊ സോനു പാട്ട് പാടുമെന്ന് പറഞ്ഞില്ലേ? പാട്ട് സിനിമയിലും ആണെങ്കിൽ പാട്ട് പാടാം അല്ലേ? അത് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോ ഒരു സിനിമയിലേക്ക് പാടിയായിരുന്നു, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ മുറിവ് സിനിമയുടെ തന്നെ ഡയറക്ടർ വേറെ ഏതോ മൂവി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് നേരത്തെ തന്നെ നമ്മുടെ യൂനിസിയോ മ്യൂസിക് ഡയറക്ടർ ആളുടെ ഒപ്പം പെയറായിട്ട് ഫീമെയിൽ വെർഷൻ പാടിയിട്ടുണ്ട്. ഇല്ലെന്ന് അറിയില്ല, പക്ഷെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. കുറച്ചുകൂടി പാച്ചസ് വർക്ക് ഉണ്ട്. പിന്നെ സജീർക്കൊപ്പം ആളുടെ ഒരു പാട്ടില് ഹമ്മിങ് പോലെ ജസ്റ്റ് പാടിയിട്ടുണ്ട്. ഓക്കെ. മൾട്ടി ടാലന്റഡ് ആണ്. ദൈവം ഓരോന്ന് ഞാൻ സ്വീകരിക്കുന്നു. അതെ, ദൈവം തരുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എല്ലാവരും അനുഗ്രഹം വേണമല്ലോ ചെയ്യാൻ. അതെ. ഓക്കെ. നമ്മുടെ ബിഗ് ബോസിലേക്ക് പോവാൻ താല്പര്യമുണ്ടോ? ഒരു കോള് വന്നാ പോവോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ താല്പര്യക്കുറവിന്റെ അല്ല, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്യാരക്ടർ പോകുന്നുള്ളൊരു സംഭവം ഉണ്ട്. കാരണം എനിക്ക് സത്യം പറഞ്ഞ അധികം ബഹളവും കച്ചറൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതാണ് വേണ്ടത്. അതെ, പറഞ്ഞല്ലോ പീസ്ഫുൾ സമാധാനം, അത് ഉദ്ദേശിച്ചു പോകുന്നതാണ്. എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ അതിൽ കയറി എന്റെ വീട്ടിൽ കയറ്റില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കും. അത് ഞാൻ ചോദിച്ചു വീട്ടിൽ തമാശയായിട്ട് ചോദിച്ചു, ബിഗ് ബോസിന് കേറിയാലോ എന്നൊക്കെ. അങ്ങനെ കേറണം. അപ്പൊ അതിന്റെ അകത്ത് നെഗറ്റീവായിട്ടല്ലേ നമുക്ക് ഫെയിം കിട്ടുള്ളൂ. നെഗറ്റീവ് താല്പര്യമില്ല. മാക്സിമം പോസിറ്റീവായിട്ടെല്ലാം എല്ലാം നല്ല രീതിക്ക് പോണം എന്നുള്ള വിചാരിക്കുന്ന ഒരാളാണ്. ഓക്കെ. മൂവീസിലേക്ക് വന്നിട്ട് കുറെ നാള് മുമ്പേ ഉണ്ടായ സിനിമയിൽ നിന്നും സിനിമയിലെ ഓരോ ആളുകളുടെ അടുത്തു നിന്നൊക്കെ ഓരോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇപ്പൊ ഒന്ന് പറയുന്ന ഒരു സ്കീം ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? അതിനെപ്പറ്റി എന്താണ് ഒരു റിയാക്ഷൻ? അതിനോട് എനിക്ക് അത്ര വലിയ അഭിപ്രായമില്ല. കാരണം അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ അവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വന്ന് ഫെയിം, എനിക്കറിയില്ല ഫെയിം നേടാനാണോ അതോ അവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് വന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതിനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. കാരണം അത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. അപ്പൊ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അപ്പൊ അത് അവിടെ റിയാക്ട് ചെയ്ത് അവിടെ തീർക്കുക. അതല്ലാതെ അവര് ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പിന്നിത്തെടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഉള്ള ആൾക്കാരെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് നെഗറ്റീവ് ഫെയിം കിട്ടണം എന്നുള്ളൊരു, എങ്ങനെയും ഇപ്പൊ അവര് താഴ്ന്നു നിൽക്കണോണ്ട് മേളിലേക്ക് വരണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. അതെ, നെഗറ്റീവ് ഫെയിമിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ അതിനോടൊക്കെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നാണ് സോനയുടെ ഒരു എന്താ പറയാ, സോനക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യും. എനിക്ക് താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ല, അല്ലെങ്കിൽ എന്ന രീതിയിൽ എന്റെ അടുത്ത് വരരുത്, അങ്ങനെ ഞാൻ അപ്പൊ തന്നെ പറയും. ഞാൻ ഓൾറെഡി എനിക്ക് വരുന്ന കാസ്റ്റിംഗിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ചേട്ടാ ഞാൻ ഇങ്ങനത്തെ വർക്ക് പിടിക്കുന്ന ആളല്ല, അങ്ങനത്തെ വരുന്ന ആളുണ്ടെങ്കിൽ പോയിക്കോളൂ, എനിക്ക് ഇങ്ങനത്തെ വർക്ക് വേണ്ട എന്ന് ഞാൻ തർപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള വർക്ക് പിടിക്കത്തുമില്ല, പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യരല്ലേ, അവരെങ്ങനത്തെ രീതിയിലുള്ളവരാന്ന് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ചില ടൈമിൽ പേടിയുണ്ട്. ഒരു കാസ്റ്റിംഗ് ആണെങ്കിലും എന്തെങ്കിലും പോകുമ്പോ അവരെങ്ങനത്തെ ആയിരിക്കും എന്നുള്ളൊരു പേടി ഇപ്പോഴും ഉണ്ട്. ആ ഒരു
കരുതൽ കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ മൂവീസിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ പാരന്റ്സ് ആണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്ര സേഫ് അല്ല, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് അങ്ങനെ പറയില്ലേ. അപ്പൊ എന്താണ് അതിനെപ്പറ്റി ഒരു പറയാനുള്ളത്? കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടോ സിനിമയില്? കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇതിലൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ മാക്സിമം എല്ലാവരോടും ഞാൻ പറയും ഓഡീഷൻ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് സേഫ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാല് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഞാൻ പറയാറുള്ളൂ. എന്നോട് പലരും ചോദിച്ചടി എന്തേലും ചാൻസ് കിട്ടുമോ, എനിക്ക് ചാൻസ് മേടിച്ചു കൊടുക്കാനുള്ളൊരു ഇതായിട്ടില്ല. എന്നാലും ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയും ഇവരുടെ പ്രൊഫൈൽ അയച്ചു കൊടുക്കടോ, എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ, അങ്ങനെയൊക്കെ ഞാൻ പറയും. അപ്പോഴും ഒരു ക്യാരക്ടർ അവര് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫേസും ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ അവർ സെലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതൊരു ലക്കാണ്. എനിക്ക് സത്യം പറഞ്ഞ കാസ്റ്റിംഗ് ഇഷ്ടമാണ്, പക്ഷെ കോർഡിനേറ്റേഴ്സ് വഴി പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. അവരാണ് കൂടുതൽ എനിക്ക് പ്രശ്നക്കാരായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലർ, എല്ലാരും അല്ല, കുറച്ചു പേര്. കാരണം എനിക്ക് ചില കോർഡിനേറ്റേഴ്സിന്റെ അടുത്ത് നിന്നാണ് ബാഡ് കിട്ടിയേക്കുന്നത്. കാരണം ഫിലിമിൽ ആൾക്കാർ ഫുൾ അടിപൊളിയായിരിക്കും, പക്ഷെ അതിന്റെ മറവിലായിരിക്കും കോർഡിനേറ്റേഴ്സ് ഇങ്ങനത്തെ ബാഡ് ആയിട്ട് ചെയ്യുന്നത്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് കോർഡിനേറ്റേഴ്സിന്റെ സൈഡിൽ നിന്ന്. ഞാൻ അവരോട് അപ്പൊ തന്നെ മൊത്തടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തമാശയായിട്ട് പറഞ്ഞിട്ടാണോ ഓണല്ലേ അത്ര മതിയോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചോദിക്കും. അപ്പൊ അവര് അപ്പോഴും പിന്നെയും ചോദിക്കും, ഞാൻ കാര്യത്തിൽ ചോദിച്ചതാണ്. അപ്പോഴും ഞാൻ ആർക്കും കുറച്ച് എളുപ്പമെന്നാണോ ഇല്ലേ, വീട്ടിലവർക്കും ഫാമിലീസ് ഉള്ളതല്ലേ, അവരുടെ ഭാര്യ മക്കളെ പോലെ ഒരു പെണ്ണ് തന്നെ ഞാനും. ആ ഒരു ചിന്ത അവർക്ക് വേണമല്ലോ. നമ്മുടെ ഈ മൂവീസിൽ അഭിനയിക്കാനായിട്ട് ചില ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് വേണം എന്ന് പറയും. അതായത് ഫെയർ ആയിരിക്കണം, സീറോ സൈസ് ആയിരിക്കണം, എന്താ പറയാ, അങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ ഒരു ധാരണ മൊത്തത്തില്. അപ്പോ സിനിമയിൽ ശരിക്കും അത് വേണോ? അങ്ങനെയൊന്നും ഇല്ല സത്യം പറഞ്ഞ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവരൊരു കഥ എഴുതുന്നു, അതിൽ ആ ഒരു ക്യാരക്ടറിന് ഇന്ന രീതിയിലുള്ള ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എടുക്കും. അതിപ്പോ നമ്മള് അതിനുവേണ്ടി എഫേർട്ട് എടുക്കണമെങ്കിൽ ഓക്കെ, അത് നല്ലതാണ്. നമുക്ക് ഇന്നൊരു റോളിലേക്കാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറണം എന്നുള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ ഓരോ ഫിലിം ചെയ്യുമ്പോഴും അവർക്ക് ഫെയർ സ്കിൻ അതൊക്കെ ഉണ്ട്. ഫെയർ സ്കിന്ന് വേണം, അല്ലെങ്കിൽ ഒരു എന്താ ഡസ്കി സ്കിന്ന് വേണം. അതൊക്കെ ആ ഒരു അവരെ എഴുതുന്ന ക്യാരക്ടറിന് പറ്റിയ ഫീച്ചേഴ്സ് ആണ് അവർ പറയുന്നത്. അത് മറ്റുള്ളവർക്ക് ഹേർട്ടാവുന്ന രീതിയിലല്ലായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടിയാൽ ആ ഫിലിം ഇറക്കി കഴിയുമ്പോ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മള് ഇത്രയും നേരം ഭയങ്കര സീരിയസ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു ചെറിയ ഗെയിം ആയാലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മെന്റൽ അല്ല, സോറി, മൈൻഡ് ഗെയിമാണ്. ഓക്കെ, അപ്പോ അതെന്താന്ന് വെച്ചാ ഞാനിപ്പോ സോനയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ഫസ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യന് സോന പ്രൈം സ്ട്രീം എന്ന് വേണം ആൻസർ പറയാൻ. സെക്കൻഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആദ്യം ചോദിച്ചതിന്റെ ആൻസർ വേണം പറയാൻ. അതായത് ചോദിക്കുന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ പറയരുത്. ഓക്കെ, തോറ്റു കഴിഞ്ഞാ അപ്പോ ഗെയിം സ്റ്റോപ്പ് ചെയ്യോട്ടെ. ഓക്കെ, പേരെന്താ? പ്രൈം സ്ട്രീം. വീട് എവിടെയാ? സോന ഫിലിപ്പ്. ഇന്ന് രാവിലെ വന്നപ്പോ എന്താ കഴിച്ചേ? ഞാൻ ഇവിടം വരെ ഒരു സ്ഥലം വരെ പോയിക്കോർന്നു. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ വീട് എവിടെയാന്നായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ എനിക്കിവിടെ അടുത്തൊരു സ്ഥലത്ത് വരെ വരാനുണ്ടായിരുന്നു, പാലാരിവട്ടം വരെ, അങ്ങനെ ഒരു സ്ഥലത്തേക്ക്. ഓ ഓക്കെ. ഈ ഡ്രസ് എവിടെ നിന്ന് എടുത്തതാ? ചായ കുടിച്ചായിരുന്നോ? ഗെയിം മാറിപ്പോയി. എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, ഞാൻ വേറെ. പക്ഷെ ഇത് നല്ല ഗെയിമാ. ഓക്കെ, സത്യം പറഞ്ഞ ഗെയിം ഏതാ? കളിച്ച ഗെയിം ഏതാ? കൊള്ളായിരുന്നു, പക്ഷെ നല്ലതാ. ഒന്നുകൂടെ കളിക്കണോ? സോന, ഈയിടെയായിട്ട് കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഇത് ഈ ഒരു ക്യാരക്ടർ കിട്ടിയ നന്നായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അത് ചെയ്യണം എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ ഏതാണ്? ഈ ഒരു ഇടക്ക് ഫുള്ള് കണ്ടതില് കൂടുതൽ എനിക്ക് മനസ്സിൽ കൊണ്ടത് അമരൻ സിനിമയായിരുന്നു. ഓ ഓക്കെ. അത് കണ്ടത് കൂടെ ഉള്ളവർ ഇപ്പോഴും എന്നെ കളിയാക്കും. കാരണം അത് കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ടുള്ള എന്റെ റിയാക്ഷൻ ഇല്ലേ, ഭയങ്കര സീനായിരുന്നു. അത്ര കരഞ്ഞിറങ്ങിയ ഞാൻ, എന്റെ ആർക്കും എന്തോ പറ്റിയെന്നുള്ള രീതിയിൽ മാളിൽ പോയ കണ്ടത്. ഇറങ്ങി എത്തണ വരെ ഫുള്ള് കരച്ചില്ല, ഇരുന്നൊക്കെ കരഞ്ഞു, ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കൂടെ ഉള്ള ഒരു കുപ്പിയിൽ ഇരിക്കണ പകുതി വെള്ളം കണ്ടത് സോനയുടെ കണ്ണീരാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. ഞാൻ അത്ര കരച്ചില്ല, മനസ്സിൽ കൊള്ളുന്നൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാരണം ഒരു ഫാമിലി മാറ്റർ, റിലേഷൻ മാറ്റർ, അതൊക്കെ ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു.
ഇങ്ങനെ ഒരാളുടെ വൈഫായിട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ, നല്ലൊരു ഫാമിലി, കുടുംബത്തിലൊരു മോളായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം തോന്നിയ ഒരു ആക്ടർ ആരാണ്? സൂര്യ. ഓക്കെ, മലയാളത്തിലാരുമില്ല? എനിക്ക് ഇപ്പൊ അടുത്ത് തന്നെ എനിക്ക് ചെയ്യാൻ കൂടുതൽ ഇപ്പൊ ഇഷ്ടം മമ്മൂക്കാടെ കൂടെ. മമ്മൂക്ക. കാരണം ആളിന് അന്ന് അറിയില്ല, മൂവിയിൽ കയറിയതിനു ശേഷം പിന്നെയും ആഗ്രഹം കൂടുക. പിന്നെ ഗൗതം സാറിന്റെ മൂവി ചെയ്യണം എന്നുണ്ട്. മെയിൻ ആയിട്ട് എനിക്ക് സൂര്യനെ കാണണം, സൂര്യയുടെ കൂടെ അഭിനയിക്കണം. ഈ ആക്ടേഴ്സിൽ ക്രഷ് തോന്നിയ ഒരു ആളാരായിരിക്കും? അത് നമുക്ക് സൂര്യ തന്നെയാണ്. സൂര്യ തന്നെ. സൂര്യ എല്ലാത്തിലും അത്ര ഇഷ്ടമാണ് സൂര്യ. ഓക്കെ, ഹീറോയിൻസ് ആരെയാ ഇഷ്ടം? ഒരു റോൾ മോഡൽ എന്ന് പറയാൻ ഒരാള്? നയൻതാര. ഓക്കെ, ഓക്കെ. നെഗറ്റീവ് റോൾസ് ചെയ്യാനാണോ കൂടുതൽ ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്യണം അങ്ങനെയൊക്കെ? എന്താണ്? ഹീറോയിൻ ക്യാരക്ടർ കിട്ടിയ അത്രയും സന്തോഷം. അതെ, ഇഷ്ടമാണ്. നെഗറ്റീവ്സ് എനിക്ക് ഇതുവരെ എനിക്ക് നല്ല കംഫോർട്ട് ആയിട്ടുണ്ട്. നെഗറ്റീവ് ഷെയ്ഡിന്റെ ക്യാരക്ടർ കിട്ടിയാലും എനിക്ക് ഓക്കെയാണ്. ഇതുവരെ ഇപ്പോ ചെയ്തതിൽ എനിക്ക് ചേരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ സീരിയൽ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് അത് ചേരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഭയങ്കര ഫൈറ്റ് സീനും അങ്ങനെ കുറച്ച് ഫൈറ്റ് സീൻ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. നല്ല ബോൾഡ് ആയിട്ടൊരു ക്യാരക്ടർ, ഫൈറ്റിംഗ് സീനൊക്കെ കിട്ടുക. ഞാൻ ഇപ്പോഴും പരിചയമുള്ള ഡയറക്ടേഴ്സ് ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, കുറച്ച് ഇടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുറച്ച് ഫൈറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ. എനിക്ക് അപ്പൊ അത് ഒരു മാസം അവര് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, എനിക്കും ട്രെയിനിങ് ചെയ്തിട്ട് എനിക്കും പഠിച്ച് അത് അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മുടെ ജയ 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 ആ മൂവിയിലെ അതൊരു രക്ഷയില്ല കേട്ടോ. അങ്ങനത്തെ ക്യാരക്ടറൊക്കെ കിട്ടിയ തകർക്കും. ഓക്കെ, പിന്നുണ്ടല്ലോ നമ്മുടെ ഈ മൂവീസിൽ ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം അതിന് ഇഷ്ടമാണോന്നല്ല, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യാൻ വില്ലിങ് ആണോ? ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ കംഫോർട്ട് അനുസരിച്ചിരിക്കും. അത്ര താല്പര്യമൊന്നുമില്ല ഇന്റിമസി ആയിട്ടുള്ള ചെയ്യാൻ വേണ്ടി. അല്ല, ആ ക്യാരക്ടർ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ സിനിമ വേണ്ട, ഇന്റിമസി ആയിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യത്തില്ല. അത് എന്തൊക്കെ വന്നാലും ഞാൻ ചെയ്യത്തില്ല. ഓക്കെ, എനിക്ക് എന്റെ ഫാമിലിയും ബാക്കി കാര്യങ്ങളും നോക്കണം. സിനിമ ഫീൽഡ് നമ്മുടെ പാഷനാണ്, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അത് കഴിഞ്ഞിട്ടൊരു ലൈഫ് ഉണ്ട്. അപ്പൊ അതിനും കൂടി ബാധിക്കാത്ത രീതിയിലായിരിക്കണം എല്ലാം മുന്നോട്ട് പോകണം. ഓക്കെ, ഓക്കെ. നമ്മുടെ ഈ കൽപ്പന ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ റോൾസില്ലേ, ഈ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കോമഡി ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ? ഇഷ്ടമാണ്, രസമാണ്. ഞാൻ അതെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്, ഞാൻ കണിമംഗലം കോവിലം എന്ന് പറഞ്ഞ വെബ് സീരീസിൽ ഉണ്ടായിരുന്നു. അവരുടെ തന്നെ ഒരു കല്യാണ കച്ചേരി കോമഡി ആയിട്ടുള്ള, അതിൻ്റെ അകത്ത് ഞാൻ ആദ്യമായിട്ട് കോമഡി ചെയ്യുന്നത്. അപ്പൊ അത് എനിക്കറിയില്ല, ഞാൻ സാറിനോട് പറയും കിട്ടുമെന്ന് അറിയില്ല, ശ്രമിക്കാം. സാർ പറ്റും. ഓരോരുത്തരും എനിക്ക് കോൺഫിഡന്റ് തന്നെ അനുസരിച്ച് ഞാൻ അതിൽ ഓക്കെയാണ്, കംഫോർട്ടാണ്. എനിക്കിഷ്ടമാണ് കോമഡി സീൻസ്. നല്ല റിസൾട്ട് ആയിരുന്നു കിട്ടിയ വെബ് സീരീസ്? അതിൽ നല്ല റിസൾട്ട് ആയിരുന്നു. കണിമംഗലം കോവിലം കുറച്ച് റീച്ച് ആയിട്ടുള്ള സംഭവമായിരുന്നല്ലോ, വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ അതില് അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാരന്റ്സിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? മീൻസ് അവരുടെ ഒരു ഇഷ്ടക്കേടൊക്കെ ഒന്ന് കുറഞ്ഞോ? അതൊക്കെ മാറി. ഇപ്പോ സ്ക്രീനിൽ കാണുമ്പോ ഭയങ്കര സന്തോഷം അവർക്ക്. എന്നോട് ഇപ്പോഴും വേറെ ഇതായിട്ട് എനിക്ക് ഒന്നും പറ്റരുന്നുള്ള പേടി കൊണ്ടാണ് അവര് ഇതിനകത്ത് സപ്പോർട്ട് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെ, വർക്ക് നല്ല രീതിക്ക് പോട്ടെ, നല്ല വർക്ക് കിട്ടട്ടെ എന്ന് വരെ അവര് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ സോന, നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് സോനക്ക് പറയാനുള്ളത്? നമ്മുടെ പുതിയ കുട്ടികളുണ്ടാവും, മൂവീസും മോഡലിംഗും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും, അവരുടെ പാരന്റ്സ് ഉണ്ടാവും, അവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളത്, എല്ലാവർക്കും എന്തായാലും പാഷൻ ഉദ്ദേശിച്ച് തന്നെ വരുന്നത്. എല്ലാവർക്കും ഇത് ആഗ്രഹമാണ് ആക്ടിങ്. അപ്പോ വീട്ടുകാരൊന്നും ആദ്യം സപ്പോർട്ട് ചെയ്യുക. അവര് കൂടെ ഉണ്ടെങ്കിൽ എന്തും നമുക്ക് കൈയെടുക്കാൻ പറ്റും, എന്തും നമുക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പൊ അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക. പിള്ളേര് അവര് ചെയ്യുന്ന രീതിയിൽ ചെയ്യട്ടെ. കാരണം ആഗ്രഹങ്ങൾ ഇപ്പോഴാണ് ചെയ്ത് തീർക്കാൻ പറ്റും, ഒരു ലൈഫേ ഉള്ളു. അപ്പോ മാക്സിമം അവർ എൻജോയ് ചെയ്യട്ടെ. എല്ലാത്തിനും അവരുടെ കൂടെ നിൽക്കുക. തെറ്റുകൾക്കെല്ലാം നല്ലതിന്. അപ്പോ ഫീൽഡ് എന്തോ ആയിരിക്കോട്ടെ, പക്ഷെ അവരൊരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് പോവാം. അത് ആരും ആയിക്കോട്ടെ, ഇപ്പൊ റിലേഷനോ ഫാമിലി ആരും ആയിക്കോട്ടെ, ആ ഒരാള് നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഉണ്ടെങ്കിൽ എന്തും നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും. അപ്പോ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് എല്ലാരും എഫേർട്ട് എടുക്കുക, മുന്നോട്ട് പോവുക.
എല്ലാത്തിലേക്കും എത്തട്ടെ. ഓക്കെ, അപ്പോൾ സോനയുടെ എല്ലാ പ്രൊജക്റ്റിനും, ഇനി വരുന്ന എല്ലാ പ്രൊജക്റ്റിനും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചറൊക്കെ അടിപൊളിയാകട്ടെ, എല്ലാ നല്ല ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.